your YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ഫയലിലാണ്. പൈത്തൺ ഫയൽസ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ റീഡ് ചെയ്യാനുള്ളത്. അത്യാവശ്യം എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഓപ്പൺ എ ഫയൽ ഓൺ ദ സെർവർ. Assume we have the following file located in the same folder as Python. നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട്, ഡെമോ ഫയൽ ഡോട്ട് ATST എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള കണ്ടന്റ് എന്താ? ഹലോ, വെൽക്കം ടു ഡെമോ ഫയൽ ഡോട്ട് TXT. ദിസ് ഫയൽ ഈസ് ടു ബി ടെസ്റ്റിംഗ് പർപ്പസ്, ഗുഡ് ലക്ക്. അങ്ങനെയാണ് അതിനകത്ത് കണ്ടന്റ്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ആ ഒരു ഫയലിനെ നമുക്ക് എന്താണ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഫയലിന് വെച്ചാൽ സാധാരണ നമ്മൾ ഡോട്ട് TXT എന്ന് സേവ് ചെയ്ത ഫയൽ ഉണ്ട്, അതുപോലെ തന്നെ അതിനെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്, സേവ് ചെയ്തേക്കുന്ന ഒരു ഫയലിനെ. അപ്പോൾ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഓപ്പൺ എ ഫയൽ വി യൂസ് എ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ, ഓപ്പൺ ഫംഗ്ഷൻ. ദ ഓപ്പൺ ഫംഗ്ഷൻ റിട്ടേൺസ് എ ഫയൽ ഒബ്ജക്ട് വിച്ച് ഹാസ് എ റീഡ് മെത്തേഡ് ടു റീഡിംഗ് ദ കണ്ടന്റ് ഓഫ് ദ ഫയൽ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, എഫ് ഈക്വൽ ടു എഫ് ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് TXT. അത് ഏത് മോഡിൽ ഓപ്പൺ ചെയ്തിരുന്ന? റീഡ് മോഡിൽ. രണ്ട് മോഡുണ്ട്, റീഡ് മോഡ്, റൈറ്റ് മോഡ്, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്തു? എഫ് എന്ന് പറഞ്ഞ ആ വേരിയബിളിനകത്തോട്ട് ആ ഫയലിന്റെ ഇത് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫയലിനകത്ത് കണ്ടന്റ് എല്ലാം കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ എഫ് ഈക്വൽ ടു എഫ് ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് TXT, അത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഫയലിനെ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത, if this file is located in different locations, you will have to be specify the file path. അതായത് നമ്മൾ അതിന്റെ ഫയൽ പാത്ത് കൂടെ കൊടുക്കണം ആ ഓപ്പണിന്റെ അകത്ത്. ഓപ്പണിന്റെ കോഡ് എഴുതിയതിനു ശേഷം അത് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നതെന്നുള്ള അതിന്റെ ആ ഫോൾഡർ പാത്ത് കൂടെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഈ വെൽക്കം ഡോട്ട് TXT എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്ന ഡി എന്ന ഫോൾഡറിനകത്ത് മൈ ഫയൽസ് എന്ന് പറഞ്ഞ സബ് ഫോൾഡറിനകത്തായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെ കൊടുക്കണം? എഫ് ഈക്വൽ ടു ഓപ്പൺ ഡി കോളൻ ഡബിൾ സ്ലാഷ് മൈ ഫയൽ സ്ലാഷ് വെൽക്കം ഡോട്ട് TXT, എന്നിട്ട് റീഡ് മോഡ് കൊടുക്കുക, എന്നിട്ട് പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫയൽ പ്രിന്റ് ആയി കിട്ടും. ഇനി അടുത്ത, റീഡ് ഓൺലി പാർട്സ് ഓഫ് ദ ഫയൽ. നമുക്കൊരു ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം റീഡ് ആയാൽ മതി, പ്രിന്റ് ആയാൽ മതി. ബൈ ഡിഫോൾട്ട് ദ റീഡ് മെത്തേഡ് റിട്ടേൺസ് ദ ഓൾ ടെക്സ്റ്റ്, ബട്ട് യു ക്യാൻ ആൾസോ സ്പെസിഫൈ ഹൗ മെനി ക്യാരക്ടർ യു വാണ്ട് ടു റിട്ടേൺസ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 5 ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്താൽ മതി. മറ്റേ നമുക്കറിയാം ഹലോ ആ ഫയലിനകത്ത് എത്ര ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഹലോ, വെൽക്കം ടു ഡെമോ, ഇങ്ങനെ ഗുഡ് ലക്ക് വരെ ഉണ്ടല്ലോ അതിലെ കണ്ടന്റ്. ഹലോ മാത്രം എനിക്ക് പ്രിന്റ് ആയാൽ മതി. 1 2 3 4 5. ഓക്കെ, 5. അപ്പൊ അത് അത്രയും പ്രിന്റ് ആവാൻ എന്ത് കൊടുത്താൽ മതി? എഫ് ഡോട്ട് റീഡ് 5 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 ഇത് കിട്ടും. ഞാൻ ഇനി ഇവിടെ ഒരു 6 ഒന്ന് കൊടുത്തു നോക്കാം, അപ്പൊ എന്താ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? 5 കൊടുക്കുമ്പോൾ എത്ര വരും? ഇത് തന്നെ വരും. റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ. ഓക്കെ, ഇനി അടുത്ത റീഡ് ലൈൻസ്. അപ്പം യു ക്യാൻ റിട്ടേൺ 1 ലൈൻ ബൈ യൂസിങ് റീഡ് ലൈൻ മെത്തേഡ്. നമുക്ക് ഒറ്റ ലൈനിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റീഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലൈനിനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് TXT, റീഡ് മോഡിൽ അത് ഓപ്പൺ ചെയ്യുക, അതിന്റെ പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ് ലൈൻ അത് കൊടുക്കുമ്പോൾ നമുക്കത് റീഡ് മോഡിൽ അത് ഓപ്പൺ ആയിട്ട് വരും. നെറ്റ് സ്ലോ ആണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി അടുത്ത, ബൈ കാളിംഗ് റീഡ് ലൈൻ 2 ടൈംസ് യു ക്യാൻ റീഡ് ദ 2 ഫസ്റ്റ് ലൈൻസ്. അപ്പം 2 ലൈൻസ് റീഡ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ് ലൈൻ, പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ് ലൈൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ബൈ ലൂപ്പിംഗ് ത്രൂ ദ ലൈൻസ് ഓഫ് ദ ഫയൽ യു ക്യാൻ റീഡ് ദ ഹോൾ ഫയൽ ബൈ ലൈൻ. അതെങ്ങനെ കൊടുക്കണ്ടേ? എഫ് ഈക്വൽ ടു എഫ് ഓപ്പൺ ഡെമോ ഡോട്ട് TXT റീഡ് മോഡ് ഫോർ എക്സ് ഇൻ എഫ് പ്രിന്റ് എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂസ് പ്രിന്റ് ആവും. ഓക്കെ, ലൂപ്പിൽ കൊടുത്തേക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഫയലിൽ ഇതെല്ലാം പ്രിന്റ് ചെയ്യാം. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യണം. ഇത് ലോഡ് ആവുന്നില്ല, അത് ലോഡ് ആയിരുന്നെങ്കിൽ അത് റൺ ചെയ്യുന്നത് കാണിച്ചു തരായിരുന്നു കേട്ടോ. നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലോസ് എന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ് പ്രാക്ടീസ് ടു ആൾവേസ് ക്ലോസ് ദ ഫയൽ വെൻ യു ആർ ഡൺ വിത്ത് ഇറ്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് TXT, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു, പ്രിന്റ് ഓഫ് എഫ് ഡോട്ട് റീഡ് ലൈൻ കൊടുത്തു, എന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫയലിനകത്ത് ഇത്രയും നമ്മൾ പഠിച്ചുള്ളൂ. ഫയലിനെ എങ്ങനെ ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നത്, ഇനി അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ പ്രിന്റ് ചെയ്യുന്നത്, ഈ ലൂപ്പൊക്കെ വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കുക. എക്സ് എന്ന വേരിയബിളിനകത്ത് എഫിന്റെ ഓരോ വാല്യൂസ് വരും, അതായത് ഡെമോ ഫയൽ ഡോട്ട് TXTക്കകത്ത് ഓരോ വാല്യൂസ് വന്നിട്ടാണ് ഇത് പ്രിന്റ് ആവുന്നത് കേട്ടോ. നോക്കി ഈ എക്സാമ്പിൾ നോക്കി.
നമ്മൾ രണ്ട് റീഡ് ലൈൻ കൊടുത്തപ്പോൾ എഫ് ഡോട്ട് റീഡ് ലൈൻ കൊടുത്തപ്പോൾ ഒരു ലൈൻ പ്രിന്റ് ആയി, അടുത്ത എഫ് ഡോട്ട് റീഡ് ലൈൻ കൊടുത്തപ്പം അടുത്ത ലൈൻ പ്രിന്റ് ആയി ആ ഡെമോ ഫയലിലോട്ട് TST ക്കകത്ത് കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിള് നമുക്ക് റൈറ്റ് ക്രിയേറ്റ് അല്ലെ ഫയൽ. അപ്പം റൈറ്റ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ, അപ്പോൾ ഒരു ഫയലോട് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. ഓക്കെ, ടു റൈറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് ഫയൽ യു മസ്റ്റ് ആഡ് എ പാരാമീറ്റർ ടു ഓപ്പൺ ഫംഗ്ഷൻ. അതായത് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പാരാമീറ്റർ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അപ്പൻഡ് വിൽ അപ്പൻഡ് ടു ദ എൻഡ് ഓഫ് ദ ഫയൽ. അപ്പ് എന്ന് വെച്ചാൽ റൈറ്റ് വിൽ ഓവർ റൈറ്റ് ദ എക്സിസ്റ്റിംഗ് കണ്ടന്റും. എന്ന് വെച്ചാൽ ഉള്ള ഫയലിനകത്തോട്ട് കുറച്ച് ഡേറ്റ കൂടെ ആഡ് ചെയ്യുക. അതിനാണ് എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. W യൂസ് ചെയ്യുകയാണെങ്കിൽ നിലവിലൊരു ഫയലിനകത്ത് ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ റീറൈറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ 2.txt. അത് ഏത് മോഡിൽ ഓപ്പൺ ചെയ്തേക്കുന്നത്? അപ്പൻ മോഡിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. എഫ് ഡോട്ട് റൈറ്റ് നൗ ദ ഫയൽ ഹാസ് മോർ കണ്ടന്റ്, എന്നിട്ട് എഫ് ഡോട്ട് ക്ലോസ്. അപ്പം നമ്മൾ അതിന് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇനി അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് TST റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം അതിനെ പ്രിന്റ് ചെയ്യാൻ. പ്രിന്റ് എഫ് ഡോട്ട് റീഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഡെമോ ഫയൽ ഡോട്ട് TST എന്ന് പറഞ്ഞ ഫയലിനകത്ത് കണ്ടന്റിന്റെ കൂടെ ഡെമോ ഡോട്ട് TSTക്കകത്ത് ഉള്ള കണ്ടന്റ് കണ്ടേ ഇത്രയാണെന്നിരിക്കട്ടെ. ഹലോ വെൽക്കം ടു ഡെമോ, നമ്മൾ ആദ്യം കണ്ടല്ലേ ഇത്രയുള്ളതിരിക്കട്ടെ. അതിനകത്തോടെ നമ്മൾ എന്താ എക്സ്ട്രാ ആഡ് ചെയ്ത്? നൗ ദ ഫയൽ ഹാസ് മോർ കണ്ടന്റ്, അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു എഫ് ഡോട്ട് റൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ഓപ്പൺ ദ ഫയൽ ഡെമോ ഫയൽ 3.txt ആൻഡ് ഓൾ റൈറ്റ് ദ കണ്ടന്റ്. W മോഡ് യൂസ് ചെയ്തു. അപ്പൊ W മോഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ നിലവിൽ ഡെമോ ഫയൽ 3.txt ഡേറ്റ എല്ലാം പോകും. എന്നിട്ട് അതിനകത്ത് എന്ത് വരും? ഈ ഡേറ്റ വരും. ഐ ഹാവ് ഡിലീറ്റ് ദ കണ്ടന്റ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഓക്കെ, എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ 3.txt W മോഡ്. ഓക്കെ, റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. എന്നിട്ട് എഫ് ഡോട്ട് റൈറ്റ് ഐ ഹാവ് ഡിലീറ്റ് ദ കണ്ടന്റ്സ്, എന്നിട്ട് എഫ് ഡോട്ട് ക്ലോസ്. ആ ഫയലിനെ ക്ലോസ് ചെയ്തു. അപ്പൊ നേരത്തെ ഡെമോ ഫയൽ 3.txt എന്തെങ്കിലും ഡേറ്റ കിടപ്പുണ്ടെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് പുതിയ ഡേറ്റ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൻ മോഡാണെങ്കിൽ ഓവർ റൈറ്റ് ചെയ്തില്ല, അതിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരത്തുള്ളൂ. എന്നിട്ട് എഫ് ഓപ്പൺ ഡെമോ ഫയൽ 3.txt റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. എഫ് ഡോട്ട് റീഡ് കൊടുത്തു. ഓക്കെ, to create a new file in Python, we use open method with the one of the following parameter. X എന്ന് വെച്ചാൽ create a file, return an error. ഈ ഫയൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ എറർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മൈ ഫയൽ ഡോട്ട് TST എന്ന് പറഞ്ഞ ഫയൽ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഉണ്ടെങ്കിൽ എക്സ് മോഡിൽ ഓപ്പൺ ചെയ്ത് നമുക്കൊരു എറർ വരും. ആ ഫയൽ ആൾറെഡി ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഈ എന്ന് വെച്ചാൽ അപ്പൻഡ് വിൽ ക്രിയേറ്റ് എ ഫയൽ ഇഫ് ദ സ്പെസിഫിക് ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഫയൽ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എ മോഡിൽ ഓപ്പൺ ചെയ്ത് ആ ഫയലിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത ഡേറ്റ പോയി എന്ത് ചെയ്യും? കണ്ടന്റ് ആഡ് ചെയ്തോളും. മറ്റേ ഫയലിലെ ഡേറ്റ പോകത്തില്ല. അടുത്ത W റൈറ്റ് മോഡ് വിൽ ക്രിയേറ്റ് എ ഫയൽ ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ടു ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഫയൽ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മൈ ഫയൽ ഡോട്ട് TST ക്രിയേറ്റ് എ ഫയൽ. കാരണം മൈ ഫയൽ ഡോട്ട് TST എങ്ങനെയാണ് ചെയ്യുന്നത്? എഫ് ഈക്വൽ ടു ഓപ്പൺ മൈ ഫയൽ ഡോട്ട് TST എക്സ്. ഓക്കെ, എ ന്യൂ MD ഫയൽ ഈസ് ക്രിയേറ്റഡ്. ഇനി ടു ക്രിയേറ്റ് എ ഫയൽ ഇഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് മോഡിലാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? W മോഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം എഫ് ഓപ്പൺ മൈ ഫയൽ ഡോട്ട് TST W. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ക്രിയേറ്റ് എ ഫയൽ എക്സ് മോഡിൽ ഓപ്പൺ ചെയ്താലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് മോഡ് എക്സ് കൊടുത്താലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫയൽ കേട്ടോ, W കൊടുത്താലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എക്സ് കൊടുത്താൽ ആൾറെഡി ആ ഫയൽ അവൈലബിൾ ആണെങ്കിൽ അത് എറർ കാണിക്കും. ഇനി അടുത്ത് നോക്കി ഡിലീറ്റ് എ ഫയൽ. ടു ഡിലീറ്റ് എ ഫയൽ യു മസ്റ്റ് ഇമ്പോർട്ട് ദ OS മൊഡ്യൂൾ. ദിസ് റൺസ് OS ഡോട്ട് റിമൂവ് ഫംഗ്ഷൻ. അവിടെ ഇങ്ങനെ ഒരു കോഡ് എഴുതി കൊടുക്കുക. ഇമ്പോർട്ട് OS ഡോട്ട് റിമൂവ് ഡെമോ ഫയൽ ഡോട്ട് TST. ഓക്കെ, അത് കമാൻഡ് പ്രോംപ്റ്റിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പോൾ പൈച്ചാമോ കമ്പൈലർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇമ്പോർട്ട് OS ഇഫ് OS ഡോട്ട് പാത്ത് എക്സിസ്റ്റ് എന്താണ് ഡെമോ ഫയൽ ഡോട്ട് TST. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? OS ഡോട്ട് റിമൂവ് ഡെമോ ഫയൽ ഡോട്ട് TST. ആ ഫയലിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എൽസ് പ്രിന്റ് ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യം ഇമ്പോർട്ട് OS എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക കേട്ടോ. ഡിലീറ്റ് എ ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടു ഡിലീറ്റ് ആൻ എൻറ്റയർ ഫോൾഡർ യൂസ് OS ഡോട്ട് RMDIR മെത്തേഡ്. റിമൂവ് ദ ഫോൾഡർ മൈ ഫോൾഡർ. ഇമ്പോർട്ട് OS ഡോട്ട് RMDIR മൈ ഫോൾഡർ കൊടുക്കുക. അപ്പൊ നമുക്ക് ആൾറെഡി ഉള്ള ആ ഒരു ഫോൾഡർ എന്തായിക്കോളും? റിമൂവ് ആയി പൊക്കോളും. ഓക്കെ,
അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ വിഷ്വൽ സ്റ്റുഡിയോയോ പൈച്ചാമോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ കമ്പ്യൂട്ടറിനകത്തൊന്നും നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് നമ്മുടെ ഫോൾഡറൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ഓൺലൈൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് വഴിയോ എന്തെങ്കിലും ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പൈച്ചാമിലോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പൈത്തൺ ചെയ്യാൻ പറ്റുന്ന അവിടെ വേണം നമുക്കിത് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി പൈത്തന്നെ നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫയൽ ഹാൻഡിൽ റീഡ് എ ഫയൽ ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, അതുകൂടെ ഒന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഓക്കെ, ഫോർ എഫ് ഈക്വൽ ടു ഓപ്പൺ ഡെമോ ഫയൽ ഡോട്ട് ടി എസ് ടി റീഡ് മോഡ് ഫോർ എക്സ് ഇൻ എഫ് പ്രിന്റ് എക്സ്. അപ്പൊ അതെന്ത് പറഞ്ഞേക്കുന്നത്, ഈ ഡെമോ ഫയൽ ഡോട്ട് ടി എസ് ടിക്കകത്ത് ഓരോ ഇത് നമ്മുടെ എവിടെ വരും, ആ ഒരു എക്സിനകത്ത് വന്ന് പ്രിന്റ് ആയിക്കോളും. ഓക്കെ, ഈ ലൂപ്പ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ എഫിന്റെ കണ്ടന്റ് എക്സിനകത്ത് വന്നിട്ടായിരിക്കും പ്രിന്റ് ആവുന്നത്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ ഡീപ് ലേണിംഗ് മെഷീൻ ലേണിംഗ് ചെയ്യുമ്പോൾ ഇമേജിനെ റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഫോർ ലൂപ്പ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അത് പറഞ്ഞില്ലായിരുന്നു, ഓരോ ലൈൻ വെച്ചിട്ട് റീഡ് ചെയ്യണം. എഫ് ഡോട്ട് റീഡ് 5 കൊടുത്തു നോക്കാം. ഈ ഒരു കോഡൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു നോക്കാം, എന്താവും നോക്കാം. ഇവിടെ റൺ ചെയ്യാനുള്ള ബട്ടൺ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ആൾറെഡി അവർ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ, റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് പൈത്തൺ ഫയൽ ഹാൻഡിൽ. പൈത്തൺ ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോഡ് യൂസ് ചെയ്യാം, അപ്പൻ മോഡ്, പിന്നെ റൈറ്റ് മോഡ്, എക്സെട്ര, എക്സ് മോഡ്. ഓക്കെ, ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. താങ്ക്സ് ഫോർ വാച്ചിങ്.